ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തു വിടാനോ പറ്റിയ അടിപൊളി ദോശയാണ്. എത്ര സമയം വെച്ചാലും ഇതിൻ്റെ സോഫ്റ്റ്നെസ് ഒന്നും പോകില്ല കേട്ടോ. ഇതുണ്ടല്ലേ നിങ്ങൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ അടിപൊളി, എന്താ പറയുക, കഴിക്കാനും അടിപൊളിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ചട്നീൻ്റെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഏറ്റവും ഈസി ആയിട്ട് വറവിട്ടൊന്നും എടുക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചട്നീൻ്റെ റെസിപ്പിയും കൂടിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ദോശ റെഡിയാക്കാൻ വേണ്ടിക്ക് ആദ്യം വേണ്ടത് പച്ചരിയാണ്. ഞാനിപ്പം 250 ml കപ്പിൽ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ ഈ പച്ചരിയിൽ നല്ലോണം കഴുകിയെടുക്കണം. ഞാനിപ്പം കുറച്ച് മാവിൻ്റെ മാവ് മാത്രമൊന്നും ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കുറച്ചധികം വേണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് പച്ചരി വരെ എടുക്കാം കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് നാൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സൂക്ഷിക്കാൻ പറ്റിയ ഒരു ദോശ റെസിപ്പിയാണ്. അപ്പോൾ ഇതാ ഞാൻ 2 കപ്പ് എടുത്തേ. നിങ്ങൾക്ക് കുറച്ചധികം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ബോക്സിലെല്ലാക്കി സൂക്ഷിക്കണമെങ്കിൽ ഒരു 4 കപ്പ് പച്ചരി എടുക്കാം. ഇനിയിപ്പോൾ ഇതാ കഴുകിയിട്ട് വെള്ളമൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഉഴുന്നാണ്. ഞാനിപ്പോൾ ഇതാ 1 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. 2 കപ്പ് പച്ചരിക്ക് 1 കപ്പ് ഉഴുന്നാണ് കേട്ടോ. ഉഴുന്നും നല്ലോണം കഴുകിയിട്ട് കുറച്ചധികം തന്നെ വെള്ളമൊഴിച്ച് വെക്കുക. കാര്യം നമ്മൾ ഈ ഒരു ഉഴുന്ന് കഴുകിയ വെള്ളത്തിലാണ്, ഉഴുന്ന് കുതിർന്ന വെള്ളത്തിലാണ് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാ ഇതിലേക്ക് 1 ടീസ്പൂണ് ഉലുവ കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് രണ്ടും കൂടി കുതിർത്ത് വെക്കാം. പിന്നെ ഉഴുന്നില്ലേ നമുക്ക് ഫ്രിഡ്ജിൽ കുതിർത്ത് വെക്കാം. കാര്യം നമുക്ക് ഉഴുന്ന് നല്ല പേസ്റ്റായിട്ട് അരച്ച് വെക്കേണ്ടതാണ്. തലേദിവസം രാത്രി നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണിക്കെല്ലാം കുതിർത്ത് വെക്കുകയാണെങ്കിൽ രാത്രി അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഒരു 3 മണിക്കൂറോ 4 മണിക്കൂറോ കുതിർത്ത് വെക്കാം. അപ്പോൾ ഞാനിതാ ഉഴുന്ന് ഫ്രിഡ്ജിലാണ് കുതിർത്ത് വെച്ചേ. അപ്പോൾ ഇതാ 4 മണിക്കൂറിന് ശേഷം നമ്മുടെ ഉഴുന്നും പച്ചരിയെല്ലാം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉഴുന്നിലെ വെള്ളം മൊത്തം ഞാനൊരു കപ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. കാര്യം ആ ഒരു വെള്ളം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മൊത്തത്തിൽ അരച്ചെടുക്കുന്നത്. അപ്പോൾ ഉഴുന്ന് കുതിർക്കുമ്പം കുറച്ചധികം വെള്ളത്തിൽ തന്നെ കുതിർത്തെടുക്കാനും ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ ഇതാ മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കുന്നതാണ്. മിക്സിയുടെ ജാറ് ചൂടാവാണ്ടിരിക്കാൻ വേണ്ടിക്കില്ലേ മിക്സിയുടെ ജാറ് ചൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉഴുന്ന് ഫ്രിഡ്ജിൽ വെച്ചത് കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് കുതിർത്തേ. ഇനിയിപ്പോൾ ഇതാ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഉഴുന്ന് കുതിരാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ഉഴുന്നിൻ്റെ മുകളിലായിട്ട് വെള്ളം നിൽക്കണം കേട്ടോ. എന്നിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മൾ പേസ്റ്റായിട്ട് അരച്ചെടുക്കുമ്പം നമ്മൾ ഉഴുന്ന് തണുത്തതായതുകൊണ്ട് തന്നെ മിക്സി ചൂടാവൊന്നും ചെയ്യില്ല കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. ഫ്രിഡ്ജിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നിങ്ങൾ മിക്സിയൊന്നും ചൂടാവണ്ട കേടാവണ്ടെന്ന് ഉണ്ടെങ്കിൽ ഉഴുന്ന് നമുക്ക് കുതിർത്ത് വെക്കുമ്പം ഫ്രിഡ്ജിൽ വെക്കാം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കലാണ്. ഇനി ഇതാ ഞാൻ പച്ചരിയിലെ വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ചോറും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് മിക്സിയുടെ ജാറിൽ ഉഴുന്നരച്ച ആ ഒരു ജാറിൽ തന്നെ ഈ ഒരു പച്ചരിയും കൂടി അരച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഉഴുന്ന് കുതിർന്ന വെള്ളയിലെ അതാണ് ഈ പച്ചരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മൾ പച്ചരി കുതിർന്ന വെള്ളം മൊത്തത്തിൽ കളഞ്ഞിട്ടുണ്ടായിന് കേട്ടോ. എന്നിട്ട് ഉഴുന്ന് കുതിരാൻ വെച്ച വെള്ളത്തിലാണ് ഇത് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് ആ പച്ചരിയിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പം പച്ചരി താഴ്ന്നിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ. പച്ചരിയേക്കാൾ കൂടുതൽ വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട കേട്ടോ. എന്നിട്ട് പച്ചരിയിൽ നമുക്കൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് ആവേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല തരിതരിപ്പല്ല, എന്നാലും നല്ലോണം അരയണ്ട, ആ ഒരു മീഡിയം ലെവലിൽ അരഞ്ഞാൽ മതി. ഇനിതാ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടി ഒഴിച്ച് കൊടുക്കുക. ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലോണം മിക്സ് ആക്കി എടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് മിക്സ് ആക്കുന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഒരു തവി വെച്ചിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. പക്ഷേ കൈ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കുമ്പോഴേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പഞ്ഞി പോലത്തെ ദോശ കിട്ടും കേട്ടോ. നല്ലോണം പുളിച്ച് പൊങ്ങാൻ വേണ്ടിക്ക് കൈ വെച്ചിട്ട് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. കൈ നല്ലോണം കഴുകുക. എന്നിട്ട് നല്ല വൃത്തിക്ക് ഇതുപോലെ മിക്സ് ആക്കി എടുക്കുക. കുറച്ചധികം ടൈം, ഒരു 10-15 മിനിറ്റ് തന്നെ കൈവച്ച് ഇതുപോലെ മിക്സ് ആക്കി എടുത്തതിനാലില്ലേ നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയെല്ലാം ഉണ്ടാവണമെങ്കിൽ ഇതുപോലെ കൈവച്ചിട്ട് മിക്സ് ആക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മൊത്തത്തിൽ മിക്സ് ആക്കിയിട്ടുണ്ട്. പഞ്ചസാര എന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പം ഇത് അടച്ച് വെക്കുക. ഞാനിപ്പോൾ ഇത് അടിച്ചു വെക്കലാണ്. ഫോയിൽ പേപ്പർ വെച്ചിട്ട് മുകളിലൊന്ന് കവർ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ കവർ ചെയ്യുക. എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ അല്ലാന്നുണ്ടെങ്കിൽ ബോക്സിലോ കുടുക്കയിലോ എല്ലാം നിങ്ങൾക്ക് ഇതുപോലെ ഒഴിച്ച് വെക്കുക. പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്ക് നല്ലോണം പൊങ്ങി വരും കേട്ടോ.
അപ്പോൾ ഇതിലും പൊങ്ങി വരും. ഞാനിപ്പം എയർ ടൈറ്റ് ആയിട്ട് അല്ല വെച്ചേ, അതിൻ്റെ ഹോൾസ് ഉണ്ടായിനി, ഒരു പാത്രത്തിൻ്റെ ഹോൾസ് ഉണ്ടായിനി, അതുകൊണ്ടാണ് ഇത്ര മാത്രം പൊങ്ങിയത്. ഇതിലും നല്ലോണം പൊങ്ങിയിട്ട് മറിയും കേട്ടോ. നമ്മൾ ഓവളിൽ നല്ല തണുത്ത സ്ഥലമല്ല എന്നുണ്ടെങ്കിൽ ഓവളിൽ വെച്ച് കൊടുക്കുക, എന്നിട്ട് അടിച്ച് വെക്കുക. അങ്ങനെ. അപ്പോൾ ഇതാ നമ്മുടെ മാവ് നല്ലോണം പതിഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡയറക്റ്റ് ഇതുപോലെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഇഡ്ഡലിയെല്ലാം റെഡിയാക്കാം. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ലഭിക്കും കേട്ടോ. നമുക്കിപ്പം ദോശയെല്ലാം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് വേറൊരു പാത്രത്തിലേക്ക് മാവ് മാറ്റാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഈ ഒരു ലൂസിലാക്കി എടുക്കണം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പാന് ചൂടാക്കുക. പാന് നല്ലോണം ചൂടാവുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുടഞ്ഞെടുക്കുക. എന്നിട്ട് ഈ ഒരു പാനിൻ്റെ ചൂടൊന്ന് ലെവലാക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു തവി മാവ് ഇതുപോലെ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ചെടുക്കുക കേട്ടോ. അപ്പം പാന് നല്ല ചൂടാവാൻ പാടില്ല, മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് വേണം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പാന് നല്ല ചൂടാവുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് ആ ഒരു ചൂടൊന്ന് ലെവലാക്കി എടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഇതിലേക്കില്ലേ കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. ഗീ എന്തായാലും ചേർത്ത് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഗീയോ ബട്ടറോ ഏതായാലും കുഴപ്പമില്ല, ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ദോശയ്ക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും, നല്ലൊരു സ്മെല്ലും ഉണ്ടാവും. ഇനിയിപ്പോൾ ഇതാ ഇത് അടച്ച് വെക്കുക. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും കേട്ടോ. മുകൾ ഭാഗം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് പാനിൽ നിന്നും കോരി മാറ്റാം. അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ്. നമുക്കില്ലേ ഇപ്പം ബ്രേക്ക്ഫാസ്റ്റിന് അല്ലാന്നുണ്ടെങ്കിൽ ഡിന്നറിന് കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുക്കാനെല്ലാം ഈ ഒരു മാവ് അരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് മടിയെല്ലാം പിടിക്കുന്ന ടൈമിൽ വേഗം തന്നെ ഇത് ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇതിൽ നമുക്ക് എത്ര നാൾ വേണമെന്നുണ്ടെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 കപ്പ് പച്ചരിയല്ലേ ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം മാവ് 2-3 ബോക്സിലെല്ലാം ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ 4 കപ്പ് പച്ചരിക്ക് 2 കപ്പ് ഉഴുന്ന് എന്ന അളവിൽ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂണ് ഉലുവ അങ്ങനെ ചേർത്ത് കൊടുക്കുക. പിന്നെ 1/2 കപ്പ് ചോറും. ഇല്ലാന്നുണ്ടെങ്കിൽ അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം 1.5 കപ്പ് എന്താ പറയുക, നമ്മൾ 4 കപ്പ് പച്ചരിയെല്ലാം എടുത്തത് 6 കപ്പ് പച്ചരിക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ എത്ര നാൾ വേണമെന്നെങ്കിലും ഇത് ഈ ഒരു മാവ് ബോക്സിലാക്കി വെച്ചിട്ട് കുറച്ച് മാത്രം ആവശ്യത്തിന് കോരിയിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സാക്കി ഉപ്പും കൂടി ചേർത്തിട്ട് ഇതുപോലെ ദോശ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഡ്ഡലി ചൂടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മസാല ദോശ ഉണ്ടാക്കാം. ഇതിൽ നേരിയതായിട്ട് പരത്തി കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് മസാല ദോശ ഇതിനെ കൊണ്ടുണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പം മസാല ദോശൻ്റെ ഇഡ്ഡലിൻ്റെ എല്ലാം റെസിപ്പി ഞാൻ ചെയ്തുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടെന്നേ. വേണമെന്നുണ്ടെങ്കിൽ ഇർഫാന ഷംഷീർ മസാല ദോശ റെസിപ്പി, ഇല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലി റെസിപ്പി എന്നെല്ലാം ടൈപ്പ് ചെയ്തതിനാൽ നിങ്ങൾക്ക് കിട്ടും. നല്ല സോഫ്റ്റാണ്. ഇത് കണ്ടില്ലേ, കയ്യിൽ പിടിക്കുമ്പം നല്ല പഞ്ഞു പോലത്തെ ദോശയാണ്. ഇനിയിപ്പം ഞാൻ ഈ ഒരു ചട്നീൻ്റെ റെസിപ്പി പറയാമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ഒരു ചട്നീൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. 1 തേങ്ങ ചിരകിയതും 3 പച്ചമുളക്, 1 കൈപ്പിടി നിറയെ മല്ലിയില, ഒരു എന്താ പറയുക 2 അല്ലി വെളുത്തുള്ളി, ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലെ ചതച്ചെടുക്കുക. ഇതിലേക്ക് 1 കപ്പ് തൈരും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ചട്നി റെഡി ആവും കേട്ടോ. ഇതിൽ വറവിട്ടെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിക്ക്. ഇതൊരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ ഒരുപാട് റെസിപ്പീസിൽ ഒരുപാട് വീഡിയോയിൽ വ്ളോഗ്സിലെല്ലാം കാണിച്ചിട്ടുണ്ടായിന്, അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാത്തത്. ഈ ഒരു പന്നി പോലത്തെ ദോശൻ്റെ ഉള്ളിൽ ഈ ഒരു ചട്നി മാത്രം മതി, അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് ടിഫിൻ ബോക്സിലോ അല്ലാന്നുണ്ടെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ മടിയെല്ലാം പിടിച്ചാൽ ഡിന്നറിനോ എല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ദോശയാണ്. പെർഫെക്റ്റ് റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ആക്കി നോക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനൊരു വ്ളോഗിൽ ഈ ഒരു ദോശ ഉണ്ടാക്കുന്ന കണ്ടുതരാം. ഒരുപാട് പേര് ഇതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിന്, കുറേ ലേറ്റായി, സോറി, ഞാൻ കുറച്ച് ബിസി എല്ലാം ആയതുകൊണ്ടാണ്. ഞാൻ ഈ റെസിപ്പി പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം എന്തായാലും നിങ്ങൾ ഹാപ്പി ആയെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. പിന്നെ പറയാതിരിക്കാൻ വയ്യ, കഴിഞ്ഞ പാർട്ടി വ്ളോഗിന് നിങ്ങൾ തന്ന സപ്പോർട്ടിന് താങ്ക് യു സോ മച്ച്. ഒരുപാട് നല്ല നല്ല കമൻറ്റ് കണ്ടിട്ടുണ്ടായിന്. നമ്മൾ 90കളിലെ പാർട്ടി റെസിപ്പീസാണ് ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിന്. കാണാത്തവർ കണ്ടോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരേക്കും ഇൻഷാ അല്ലാഹ്, അസ്സലാമു അലൈക്കും, ബൈ.